മോദി സർക്കാരും UPA സർക്കാരും തമ്മിലുള്ള അന്തരം വെളിപ്പെടുത്തുന്നതാണ് പി ചിദംബരത്തിന്റെ പ്രസ്താവന. പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകിയ മോദി സർക്കാരിനെ പോലെയായിരുന്നില്ല UPA സർക്കാർ എന്നായിരുന്നു പരോക്ഷ വിമർശനം. ഒരു വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ചിദംബരത്തിന്റെ വെളിപ്പെടുത്തലുകൾ. 3 days after I took over to meet me and the Prime Minister and to say, please don't react. I said, this is a decision which the government will take. 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ശക്തമായ അന്താരാഷ്ട്ര സമ്മർദ്ദവും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാടും കാരണം അന്നത്തെ UPA സർക്കാർ പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കേണ്ടെന്ന് തീരുമാനിച്ചതായി മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പി ചിദംബരത്തിന്റെ വെളിപ്പെടുത്തൽ BJPയിൽ നിന്ന് പരിഹാസം ഏറ്റുവാങ്ങിയാണിപ്പോൾ. പ്രതികാരം ചെയ്യാൻ മനസ്സിൽ തോന്നിയിരുന്നു, എങ്കിലും സർക്കാർ സൈനിക നടപടിക്ക് മുതിർന്നില്ലെന്ന് ചിദംബരം വ്യക്തമാക്കി. പരാമർശങ്ങളെ വിമർശിച്ചും പരിഹസിച്ചും BJP നേതാക്കൾ രംഗത്തെത്തി. 175 പേരുടെ ജീവനാണ് മുംബൈ ഭീകരാക്രമണത്തിൽ അപഹരിക്കപ്പെട്ടത്. സംഭവത്തിന് പിന്നാലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീൽ രാജിവെക്കുകയും ചിദംബരം ചുമതലയേൽക്കുകയും ചെയ്തു. യുദ്ധം തുടങ്ങരുത് എന്ന് ഞങ്ങളോട് പറയാൻ ലോകം മുഴുവൻ ഡൽഹിയിലേക്ക് ഒഴുകിയെത്തി എന്നും ചിദംബരം പറഞ്ഞു. ഞാൻ ചുമതല ഏറ്റെടുത്ത 2-3 ദിവസങ്ങൾക്ക് ശേഷം അന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കോണ്ടലീസ റൈസ് എന്നെയും പ്രധാനമന്ത്രിയും കാണാനെത്തി. ദയവായി പ്രതികരിക്കരുത് എന്ന് പറയാനായിരുന്നു അത്. ഇത് സർക്കാർ എടുക്കേണ്ട തീരുമാനമാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു ഔദ്യോഗിക രഹസ്യവും വെളിപ്പെടുത്താതെ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു തിരിച്ചടി നൽകണമെന്ന് എന്റെ മനസ്സിലും തോന്നിയിരുന്നു എന്ന് ചിദംബരം പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും IFSന്റെയും വലിയ സ്വാധീനത്താൽ ഈ സാഹചര്യത്തോട് നമ്മൾ സൈനികമായി പ്രതികരിക്കരുത് എന്ന നിഗമനത്തിലാണ് എത്തിയതെന്നാണ് ചിദംബരം പറഞ്ഞത്.